ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിച്ചവർക്കായി സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പ് ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 175 വീടുകൾ കൈമാറും. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, കേരളത്തിലൊരു ഉത്സവ ദിനമായിരിക്കും അത്. മധു, തീർച്ചയായും. അതായത് നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സർക്കാർ കൽപ്പറ്റയിൽ നിർമ്മിക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണാം. ഈ വീടുകളുടെയൊക്കെ നിർമ്മാണം ഇവിടെ അവസാനഘട്ട മിനുക്കുപണികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 410 വീടുകൾ മുതൽ 430 വരെ വീടുകൾ ഇവിടെ നിർമ്മാണ പ്രവൃത്തി നിർമ്മിച്ചു തീർക്കും എന്നാണ് നേരത്തെ സർക്കാർ നൽകിയ വാഗ്ദാനം. അതനുസരിച്ച് ആ രീതിയിൽ തന്നെ പണികൾ ശരവേഗത്തിൽ തന്നെ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ 303 വീടുകളിലധികം വീടുകളുടെ വാർപ്പ് ഇതുവരെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, ഇങ്ങോട്ടേക്കുള്ള അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളടക്കം റോഡുകൾ, അതോടൊപ്പം കുടിവെള്ള സൗകര്യം, വൈദ്യുതി കണക്ഷൻ തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തൊക്കെ തന്നെ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ശരവേഗത്തിൽ നടക്കുന്നു. ഒരു ഭാഗത്ത് വീടുകളുടെ തേപ്പ് നടക്കുന്നുണ്ടെങ്കിൽ മറ്റൊരിടത്ത് തൊട്ടടുത്ത് തന്നെ വീടിന്റെ പെയിന്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കുകൾ നടക്കുന്നു. ഒരേ സമയം തന്നെ 2300-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഇവിടെ കഴിഞ്ഞ 2-3 മാസമായി സദാസമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞങ്ങൾ എപ്പോഴും തന്നെ കാണാറുള്ളതാണ്. 7 സെന്റ് വീട്ടിലാണ് 7 സെന്റ് സ്ഥലം ഓരോ ഉപഭോക്താക്കൾക്കും നൽകി 1000 സ്ക്വയർ ഫീറ്റോടുകൂടി നിർമ്മിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ സർക്കാരിന്റെ തന്നെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഏതായാലും നാളെ നറുക്കെടുപ്പുണ്ട്. 25-ാം തീയതിയോടുകൂടി വീടിന്റെ 178 വീടുകളുടെ താക്കോൽദാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തൊക്കെ ഈ വീടിന്റെ പ്ലംബിംഗ് വർക്കുകൾ അടക്കം ശരവേഗത്തിൽ നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് മറ്റു നിർമ്മാണ പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൽപ്പറ്റക്കാർ പറയുന്നത് പഴയ കൽപ്പറ്റ ആയി ഇപ്പോഴുള്ള കൽപ്പറ്റയിലെ ടൗൺ മാറി പകരം ടൗൺഷിപ്പ് വരുന്ന കൽപ്പറ്റ ബൈപ്പാസ് ആയിരിക്കും ഇനി കൽപ്പറ്റയുടെ പുതിയ മുഖം എന്നാണ്. ഏകദേശം 9 ലക്ഷം ലിറ്ററിന്റെ കപ്പാസിറ്റിയുള്ള ശുദ്ധജല വിതരണ ടാങ്ക് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അതോടൊപ്പം മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക വൈദ്യുതി കണക്ഷൻ, കളിസ്ഥലം, അംഗൻവാടി, അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി അണിയിച്ചൊരുക്കുന്ന രീതിയിൽ സർക്കാർ ഏറ്റവും വേഗത്തിൽ തന്നെ പണി പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മധു, ഏതായാലും വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കൈമാറും എന്നുള്ളതാണ്. 25-ാം തീയതി മുഖ്യമന്ത്രി തന്നെ ഈ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതും വാർത്തയായി വരികയാണ്. ദീപക് മോഹനാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.